മഴത്തോരും മുൻപ് എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കുളത്തുപുഴയിലെത്തിയ ഗ്രേസമ്മയും മാമച്ചനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഔതക്കുട്ടിച്ചായന് പരിഭ്രമമായി. ഉടൻ തന്നെ അയാൾ പുനലൂരിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഒറ്റയ്ക്കല്ല താൻ പോകുന്നത്, ഷെറിനെയും കൂട്ടിപ്പോകുവാനുള്ള താല്പര്യമായിരുന്നു. ആ തീരുമാനത്തെ പലതരത്തിൽ അലീന ചോദ്യം ചെയ്തിട്ടും പല കള്ളങ്ങൾ പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു. ഷെറിനെ ഔതക്കുട്ടിച്ചായൻ കൊണ്ടുപോകും എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, റാണി ആന്റിയെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടുപോയാൽ വല്യപ്പച്ചന് സത്യങ്ങളൊക്കെ മൂടി വെക്കാൻ പറ്റുമോ? സത്യം മൂടി വെക്കാനോ? നീ എന്താ മോളായി പറയുന്നത്? എന്ത് സത്യം? ഏത് സത്യം? ഈ ഇരിക്കുന്ന മാമച്ചനങ്ങളുടെ മോനും റാണി ആന്റിയും തമ്മിൽ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം, ആ മോന്റെ കുഞ്ഞിനെ റാണി ആന്റി ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നുള്ള സത്യം, തിരുവനന്തപുരത്ത് പോങ്ങമൂടിനടുത്ത് ലിറ്റിൽ ഫ്ലവർ എന്ന ഓർഫനേജിൽ ആ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചു എന്നുള്ള സത്യം. അലീന പറഞ്ഞു നിർത്തിയതും ഒരു നിശബ്ദത ആ മുറിയിൽ നിറഞ്ഞു. ഔതക്കുട്ടിച്ചായന്റെ മുഖം പാടെ വിളറിപ്പോയി. അയാൾ ആരുടെയും മുഖത്ത് നോക്കാതെ തല കുനിച്ച് മുറി വിട്ടിറങ്ങിപ്പോയി. ഔതക്കുട്ടിച്ചായൻ മുറിവിട്ട് പോയതിനു ശേഷമുള്ള നിശബ്ദത അല്പനേരം നീണ്ടു നിന്നു. മാമച്ചൻ പ്രതീക്ഷയോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് കഥകളൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളുടെ മകനും ഷെറിനും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തെപ്പറ്റി എന്നോടാരും പറഞ്ഞിട്ടില്ല. ഈ അടുത്തിടയ്ക്കാണ് അലീന എന്നോട് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അവളിതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്ന് ഓർത്തിട്ട് എനിക്കിപ്പോഴും അതിശയം തീരുന്നില്ല. സ്റ്റാൻലി അലീനയുടെ നേർക്കൊന്ന് നോക്കിയിട്ട് വീണ്ടും പറയുകയാണ്, മിസ്റ്റർ മാമച്ചനും കുടുംബവുമായിട്ട് അവൾക്ക് ഇത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ മാമച്ചൻ, അലീന നീ ഇതൊക്കെ എന്തുകൊണ്ടാണ് സ്റ്റാൻലിയോട് നേരത്തെ പറയാതിരുന്നത്? കൊള്ളാം അങ്കിളെ, ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ 3 മാസമേ ആയിട്ടുള്ളൂ. പപ്പ എൻ്റെ അടുത്ത് വർത്തമാനമൊന്നും പറയത്തില്ലായിരുന്നു ആരംഭത്തിൽ. സ്വർണം തൂക്കുന്നത് പോലെ മാത്രമാണ് പപ്പ സംസാരിക്കുന്നത്. ഈയിടെയാണ് എന്നോട് വല്ലതുമൊക്കെ പറയാൻ തുടങ്ങിയത്. അലീനയുടെ സംസാരം കേട്ട് സ്റ്റാൻലി തന്നെത്താനൊന്ന് ചിരിച്ചു. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, ഞങ്ങളുടെ ജോമോനും ഷെറിനും തമ്മിൽ വിവാഹം ആലോചിക്കുമ്പോഴും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷെറിൻ ഗർഭിണിയായിരുന്നുവെന്ന്. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞില്ലേ? ഷെറിൻ ജോമോൻ എഴുതിയ കത്തുകൾ അവൻ്റെ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രേവതിക്കുട്ടി ആ കത്തുകളെടുത്ത് വായിച്ചു. അവളാണ് ഈ രഹസ്യം ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ 1 വർഷമാകുന്നു. അന്നു മുതൽ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഒരു തവണ പുനലൂരിലും ഞങ്ങൾ അന്വേഷിച്ച് ചെന്നിരുന്നു. തറവാട്ടിൽ നിങ്ങൾ പോയെന്നോ? സ്റ്റാൻലി അത്ഭുതം കൂറി. അതെ, അന്ന് ഔതക്കുട്ടിച്ചായനും മക്കളും ഞങ്ങളെ തിരിച്ചറിയുകയും ചെയ്തു. അവർ വളരെ ഹാർഡായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ഷെറിനെയും ഞങ്ങൾ അന്ന് കണ്ടു, പക്ഷേ അവൾ അത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അവളന്ന് മാനസിക രോഗം അല്പം വഷളായ അവസ്ഥയിലായിരുന്നു. എന്തായാലും എറണാകുളത്ത് മടങ്ങിയെത്തിയതിനു ശേഷം ഞങ്ങൾ ഷെറിൻ്റെ ഹസ്ബൻഡിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ടോണിയെയോ? അതെ, ഞങ്ങൾ അയാളുടെ വീട്ടിൽ പോയി. അയാളാണ് പറഞ്ഞത് ഷെറിന് ഒരു കുട്ടി ഉണ്ടായിരുന്നുവെന്നും അതറിഞ്ഞ ശേഷം അവളെ അയാൾ ഉപേക്ഷിച്ചുവെന്നും. അത് ശരി. ഇതൊന്നും ഇവൾ എന്നോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അലീന പറയുകയാണ്, അന്ന് പപ്പ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പപ്പയ്ക്ക് എന്നെയും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക? അത് ശരിയാണല്ലോ, സോറി. മാമച്ചൻ അപ്പോൾ വീണ്ടും പറയുകയാണ്, അലീന ഇവിടെ എത്തി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് മിസ്റ്റർ സ്റ്റാൻലിയുടെ അനുജത്തിയാണ് ഷെറിൻ എന്ന വിവരം. അലീനയും അപ്പോഴാണത് അറിഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഷെറിൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കുന്നതിൽ മിസ്റ്റർ സ്റ്റാൻലി ഞങ്ങളെ സഹായിക്കണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. കാരണം ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞാണത്. അത് പറയുമ്പോഴേക്കും മാമച്ചൻ വികാരാധീനനായി. ഞങ്ങൾ ആ കുഞ്ഞിനെ ഞങ്ങളുടെ ജീവനെ പോലെ കരുതി സ്നേഹിച്ചു വളർത്തിക്കൊള്ളാം. ഞങ്ങളുടെ മകൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യത്തിൻ്റെ ജീവനുള്ള ഒരേ ഒരു അടയാളമാണ് ആ കുഞ്ഞ്. അതിന് മറുപടിയായി സ്റ്റാൻലി പറയുകയാണ്, എൻ്റെ മുൻപിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അപ്പച്ചനോട് ചോദിക്കാം. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പച്ചൻ അറിയാമല്ലോ. പക്ഷെ അപ്പച്ചൻ കൈമലർത്തുകയുള്ളൂ. സമ്മതിക്കാൻ മനസ്സില്ലാത്തൊരു കാര്യം അപ്പച്ചൻ ജീവൻ പോയാലും സമ്മതിച്ചു തരില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അപ്പച്ചന് കാര്യം മനസ്സിലായി. നിങ്ങൾ ഇവിടെ വന്നു, ഷെറിനെ കണ്ടു. ഇനി കുഞ്ഞെവിടെ എന്നുള്ള ചോദ്യം ഉടനെ വരുമെന്ന് അപ്പച്ചൻ അറിയാം. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് അപ്പച്ചൻ ഷെറിനെയും കൂട്ടി സ്ഥലം വിടാൻ നോക്കുന്നത്. മിസ്റ്റർ സ്റ്റാൻലി, താങ്കൾ മനസ്സ് വെച്ചാൽ ഔതക്കുട്ടിച്ചായനെ തടയാൻ പറ്റില്ലേ? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാലൊന്നും അപ്പച്ചൻ നിൽക്കില്ല. എന്നോട് അത്രയ്ക്ക് മമതയുമില്ല അപ്പച്ചന്. അലീന ഇവിടെ വന്നതിന് ശേഷമാണ് അപ്പച്ചൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയത് തന്നെ. അവൾക്കുള്ളതിൻ്റെ 100-1 സ്വാധീനം പോലും അപ്പച്ചൻ്റെ അടുത്ത് എനിക്കില്ല. അതാണ് ശരിക്കുമുള്ള സത്യം. അപ്പോൾ അലീന ചോദിക്കുകയാണ്, പപ്പ, വല്യപ്പച്ചൻ പൊയ്ക്കോട്ടെ, പക്ഷെ റാണി ആൻറ്റിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പപ്പയ്ക്ക് പറഞ്ഞുകൂടെ? മോളെ അലീന, അപ്പച്ചൻ്റെ മോളല്ലേ? അപ്പച്ചന് തന്നെയാണ് അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം. നിന്റെ കാര്യത്തിൽ എനിക്ക് അവകാശമുള്ളതുപോലെ തന്നെ. ഉടനെ അലീന അടുത്ത വാദവുമായിട്ട് മുൻപോട്ട് വരികയാണ്. ഇപ്പോൾ ശരിക്കും ആരാണ് റാണി ആൻറ്റിയുടെ ലോക്കൽ ഗാർഡിയൻ? റാണി ആൻറ്റി ഇവിടെ താമസിക്കുമ്പോൾ പപ്പ തന്നെയാണ്. പപ്പയല്ലേ മക്കളിൽ മൂത്തയാൾ. അപ്പോൾ പപ്പയുടെ വാക്കിന് തന്നെയാണ് മുൻതൂക്കം.
ഒരു നീരസത്തോടെ സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇതിന്റെ പേരിൽ എൻ്റെ അനുജന്മാരോടും അപ്പച്ചനോടും വഴക്കടിക്കണമെന്നാണോ നീ പറയുന്നത്? പപ്പ, ഇവിടെ വന്ന ശേഷം റാണി ആൻറ്റിക്ക് എന്തുമാത്രം മാറ്റമുണ്ടായെന്ന് പപ്പ കാണുന്നതല്ലേ. ഇനി തറവാട്ടിലോട്ട് കൊണ്ടുപോയാൽ പഴയ അവസ്ഥ തന്നെയാവും. പപ്പ ആരോടും വഴക്കിനൊന്നും പോകണ്ട, സ്നേഹമായിട്ട് പറഞ്ഞാൽ മതി. മാമച്ചൻ പ്രതീക്ഷയോടെ സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി ചിന്താധീനനായിരിക്കുകയാണ്. അലീനയുടെ മുറിയിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു ഗ്രേസമ്മയും ഷെറിനും. ജിജോ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുവെന്ന് അറിഞ്ഞതിന് ശേഷം താൻ അനുഭവിച്ച മനോവേദനകൾ ഷെറിൻ വിവരിക്കുമ്പോൾ ഗ്രേസമ്മ തൂവാല കൊണ്ട് ഇടയ്ക്കിടെ നിറകണ്ണുകൾ ഒപ്പി. എൻ്റെ മോൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോ? ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മരുമകളായിട്ട് വന്ന് താമസിക്കേണ്ടവളല്ലായിരുന്നോ നീ? അവിടെ പിച്ച വെച്ച് നടക്കേണ്ട മോളല്ലേ ഒരനാഥ കുഞ്ഞായിട്ട് ഏതോ ഒരു ഓർഫനേജിൽ? ഗ്രേസമ്മ സങ്കടപ്പെടുകയാണ്. ഉടനെ ഷെറിൻ ഖണ്ഡമിടറിക്കൊണ്ട് പറയുകയാണ്, മമ്മിക്ക് അറിയില്ല ഞാൻ എന്തുമാത്രം സഹിച്ചെന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അബോർഷൻ നടത്താൻ വേണ്ടി വീട്ടിലെല്ലാവരും നിർബന്ധിച്ചു. അതിനെതിരെ ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആത്മഹത്യ പോലും ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് കേട്ടുകൊണ്ട് ഗ്രേസമ്മ ഷെറിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറയുകയാണ്, സാരമില്ല മോളെ, എല്ലാ എതിർപ്പുകളെയും മറികടക്കുവാനുള്ള ധൈര്യം നിനക്ക് ദൈവം തന്നല്ലോ. എൻ്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇല്ലെന്നാ എല്ലാവരും പറയുന്നത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിശ്വസിച്ചാൽ പിന്നെ ഞാൻ ഇല്ല മമ്മി. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. മോളെ, അവൾ എവിടെയെങ്കിലും ഉണ്ടാവും. നിനക്ക് നിന്റെ മോളെ തിരിച്ചു കിട്ടും. അതാ ഞങ്ങളുടെയും വിശ്വാസം. നീ ധൈര്യമായിട്ടിരിക്കും. നിന്റെ സങ്കടം കാണാൻ ആരുമില്ലെന്നോർത്ത് നീ വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഔതക്കുട്ടിച്ചായൻ ഒരു ഹാൻഡ് ബാഗും തൂക്കി മുറിയിലേക്ക് കടന്നു വന്നു. കിടക്കയിലിരുന്ന ഗ്രേസമ്മയും ഷെറിനും എഴുന്നേറ്റു. പെട്ടെന്ന് അയാൾ പറയുകയാണ്, ഒരുങ്ങ്, പോകാനിരുങ്ങ്, നമ്മൾ ഉടനെ തന്നെ പുനലൂർക്ക് പോവുകയാണ്. ഷെറിൻ അന്തം വിട്ടു. ഇന്ന് എന്തിനാ പച്ചാ പുനലൂർക്ക് പോകുന്നേ? ഡോക്ടറെ കാണണ്ടേ? ചെക്കപ്പ് നടത്തിയിട്ട് 2 മാസം കഴിഞ്ഞില്ലേ? അതിന് ഇന്ന് തന്നെ പോണോ? വേണം. റോബി ഫോൺ വിളിച്ചു പറഞ്ഞു നിന്നെ കൊണ്ട് എത്രയും വേഗം അങ്ങോട്ട് ചെല്ലാൻ. അപ്പോൾ ഗ്രേസമ്മ, ഇവളെ നാളെ കൊണ്ടുപോയാൽ പോരെ അപ്പച്ച? അവതക്കുട്ടിച്ചാൻ ഗ്രേസമ്മയുടെ നേർക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവരെ അവഗണിച്ചു കളഞ്ഞു. തുടർന്ന് ഷെറിന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാ, നിന്നോടല്ലേടി പറഞ്ഞത് പോകാനൊരുങ്ങാൻ? അപ്പോൾ ഷെറിൻ, ഞാൻ അലീനയോടൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ പോകണമെന്ന്? അവളല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ എത്രയും വേഗം ഡ്രസ്സ് മാറാൻ നോക്ക്. ഷെറിന് സംശയമായി. അവൾ ചോദിക്കുകയാണ്, അലീന സമ്മതിച്ചോ എന്നെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ? പുനലൂരിലേക്ക് മടങ്ങിപ്പോകുവാൻ ഷെറിന് ഒട്ടും മനസ്സില്ല. അവൾ വീണ്ടും ചോദിക്കുകയാണ്, അപ്പച്ചൻ ലാലിച്ചായനോട് ചോദിച്ചോ? അവനോട് ചോദിക്കാൻ അവനാരാ? നീ ഞാൻ പറയുന്നതങ്ങ് കേട്ടാൽ മാത്രം മതി. ഈ സമയത്ത് കോറിഡോറിൽ കൂടി അലീനയും സ്റ്റാൻലിയും മാമച്ചനും അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവർ അലീനയുടെ മുറിയിലേക്ക് കയറി വന്നു. സ്റ്റാൻലി ചോദിക്കുകയാണ്, അപ്പച്ചൻ ഇതുവരെ പോയില്ലേ? ആ, ഞാൻ പോകാൻ റെഡിയായി നിൽക്കുക. ഇവൾ ഒരുങ്ങണ്ടേ? അവളെ തൽക്കാലം കൊണ്ടുപോകണ്ട അപ്പച്ച, അവളിവിടെ നിന്നോട്ടെ. ലാലിച്ച, അവളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേണ്ടതാ. ഏത് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അവൾ ഇവിടെ താമസിക്കുമ്പോൾ അവളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാനും കൂടി അറിഞ്ഞിരിക്കണ്ടേ? എടാ, അവൾ ഇനി ഇവിടെ താമസിക്കുന്നില്ല. ഞാൻ അവളെ കൊണ്ടുപോവുക. നിനക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ പറയുന്നൊന്നും. അപ്പച്ചാ, വേണ്ട. ഇന്നിവിടെ ഗസ്റ്റുകളൊക്കെ വന്ന ദിവസമല്ലേ, ഇന്ന് കൊണ്ടുപോണ്ട. അവൾക്ക് പരിചയമുള്ളവരാണ് വന്നിരിക്കുന്നത്. അവളെ കാണാനും കൂടി വന്നവരാണ്. നമുക്കൊരു സാമാന്യ മര്യാദയില്ലേ? ഔതക്കുട്ടിച്ചായൻ ദേഷ്യത്തിൽ അലീനയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, നീ അല്ലയോടി ലാലിച്ചനെ ഇപ്പോൾ ഇങ്ങോട്ട് ഇളക്കി വിട്ടത്? അത് പിന്നെ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വല്യപ്പച്ചൻ മറുപടി പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. ഔതക്കുട്ടിച്ചായന് വീണ്ടും ദേഷ്യം പെരുത്ത് കയറുകയാണ്. അയാൾ ചോദിക്കുകയാണ്, നീയും നിന്റെ അപ്പനും കൂടി ഇവളുടെ കാര്യം നോക്കിക്കൊള്ളുവോ ഇനിയുള്ള കാലം മുഴുവൻ? പെട്ടെന്ന് അലീന, നോക്കിക്കൊള്ളാം. ഇല്ലേ പപ്പ, നമ്മൾ നോക്കൂലേ? ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അംഗീകാരത്തിനു വേണ്ടി അലീന അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. സ്റ്റാൻലി അതിന്റെ പ്രായോഗിക വശങ്ങളെപ്പറ്റി പെട്ടെന്നൊരു നിമിഷം ചിന്തിച്ചു. അലീന അധികം താമസിയാതെ വിവാഹിതയായി പോവുകയും ഷെറിന്റെ ചുമതല മുഴുവൻ തന്റെ മേൽ വരികയും ചെയ്യും. സ്റ്റാൻലി ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവതക്കുട്ടിച്ചാൻ പറയുകയാണ്, കണ്ടോ, അവൻ ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ അവളെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന്. അവതക്കുട്ടിച്ചായൻ തന്റെ നിലപാട് ഒന്നുകൂടി ഉറപ്പിച്ചു. അപ്പോൾ സ്റ്റാൻലി, അപ്പച്ചൻ ഇങ്ങനെ ഓരോരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നേരെ കാര്യത്തിലോട്ട് വാ. ഈ നിൽക്കുന്ന മാമച്ചന്റെ മകളും ഷെറിനുമായി സ്നേഹത്തിലായിരുന്നു എന്നുള്ളതും അവർ തമ്മിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നുള്ളതും സത്യമല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അവതക്കുട്ടിച്ചായൻ അതേ നാണയത്തിൽ തന്നെ കയർത്തുകൊണ്ട് മറുപടി പറയുകയാണ്, അത് സത്യമല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പച്ചാ, മാമച്ചന്റെ മകന്റെ കുഞ്ഞിനെ ഷെറിൻ പ്രസവിച്ചു എന്നുള്ളതും ആ കുട്ടിയെ തിരുവനന്തപുരത്തെ ഒരു ഓർഫനേജിൽ 2 വർഷക്കാലം താമസിപ്പിച്ചിരുന്നു എന്നുള്ളതും അപ്പച്ചൻ നിഷേധിക്കുന്നില്ലല്ലോ, ഉവ്വോ? അത്രയും കേട്ടപ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ അങ്ങിഞ്ഞ് പതറി നോക്കുവാൻ തുടങ്ങി. അപ്പച്ചൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഇതെല്ലാം വളരെ വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്.
അലീനയെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപേ അവൾക്ക് ഈ വിവരമൊക്കെ അറിയാമായിരുന്നു. മാമച്ചനും വൈഫിനും അറിയാമായിരുന്നു. അതിനെതിരെ അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും അത് ശുദ്ധ നുണ തന്നെയാണെന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകും. ആരെ രക്ഷിക്കാൻ വേണ്ടിയാ അപ്പച്ചൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കുന്നത്? സ്വന്തം മകളുടെ ജീവിതമാണ് വലുതെങ്കിൽ അവളുടെ കുഞ്ഞിനെ അവർക്ക് കാണിച്ചു കൊടുത്ത് അവൾ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖത്തിനും ദുരിതത്തിനും ഒരറുതി വരുത്ത്. അതല്ല, അപ്പച്ചന് ദുരഭിമാനമാണ് വലുതെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോയിക്കോ. പക്ഷെ പിന്നെ ഈ വീടിന്റെ ഗേറ്റ് കടന്നേക്കരുത്. സ്റ്റാൻലിയുടെ വാക്കുകൾ കർക്കശവും മുഖത്തെ ഭാവം അതിനിശ്ചിതവുമായിരുന്നു. അവതക്കുട്ടിച്ചായൻ ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. പിന്നെ പിന്തിരിഞ്ഞ് വാതിൽക്കലേക്ക് നീങ്ങി. അപ്പച്ചന് ഒന്നും പറയാനില്ലേ? സ്റ്റാൻലി വീണ്ടും ചോദിക്കുകയാണ്. അവതക്കുട്ടിച്ചായൻ തിരിഞ്ഞു നിന്നു. നീ അറിഞ്ഞത്രയും കാര്യങ്ങൾ നേരാ. അത്രയും അറിഞ്ഞാൽ പോരെ? പോരാ. ഷെറിന്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ എവിടെയാണ് എന്നുള്ളത് കൂടി പറയണം. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുഞ്ഞു മരിച്ചുപോയെന്ന് അപ്പച്ചൻ ഷെറിനോട് പറഞ്ഞത്? ഔസേപ്പച്ചനാ പറഞ്ഞത്, ഞാനല്ല. അപ്പച്ചൻ ഔസേപ്പച്ചനാണ് പറഞ്ഞത് എന്നുള്ളത് അപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? അതൊരു കുഴയ്ക്കുന്ന ചോദ്യമായിരുന്നു. വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. കള്ളം പറയേണ്ട കാര്യമുണ്ടപ്പച്ച. പറഞ്ഞതും പറയിപ്പിച്ചതുമെല്ലാം കള്ളത്തരങ്ങളാണല്ലോ. ഷെറിനോടും ടോണിയോടും എന്നോടും അലീനയോടും പോലും അപ്പച്ചൻ കള്ളം പറഞ്ഞില്ലേ? അതുകൊണ്ട് അപ്പച്ചൻ അറിയാവുന്നത് തുറന്നങ്ങ് പറഞ്ഞേക്ക്. എടാ, എനിക്ക് ഇത്രേ അറിയുള്ളൂ. നിനക്ക് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ ഔസേപ്പച്ചനെ വിളിച്ച് ചോദിക്ക്. അപ്പച്ചന് നാണമില്ലേ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ? നാഴികയ്ക്ക് 40 വട്ടം അലീനയോട് പറയുമായിരുന്നല്ലോ ഞാൻ പണ്ട് കടുവയായിരുന്നു, പുലിയായിരുന്നു എന്നൊക്കെ. അപ്പച്ചൻ ആരെയാ പേടിക്കുന്നത്? എടാ ലാലിച്ച, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് ഒരുത്തനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ എന്നാ പറ, ഷെറിന്റെ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ? മറുപടി പറയാൻ അവതക്കുട്ടിച്ചായൻ 4-5 നിമിഷമെടുത്തു. എന്നിട്ട് പറയുകയാണ്, ജീവനോടെയുണ്ട്. അത് കേട്ടുനിന്ന ഷെറിന്റെ പാദം മുതൽ നെറുക വരെ ഒരു കോരിത്തരിപ്പ് പടർന്നു. തന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. അവൾ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ആരോടൊക്കെയോ വർത്തമാനം പറയുകയും ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്, എവിടെയുണ്ട് അവൾ? മാമച്ചനും ഗ്രേസമ്മയും ഉദ്വേഗഭരിതരായി. അലീനയുടെയും രേവതിക്കുട്ടിയുടെയും നോട്ടം അവതക്കുട്ടിച്ചായന്റെ മുഖത്ത് തന്നെ ഊന്നി. അപ്പോൾ അവതക്കുട്ടിച്ചായൻ, എനിക്കതൊന്നും അറിയില്ല, നീ ഔസേപ്പച്ചനോട് ചോദിച്ചു നോക്ക്. ഇത്രയും പറഞ്ഞിട്ട് അവതക്കുട്ടിച്ചായൻ മുറി വിട്ടിറങ്ങി ഇടനാഴിയിലൂടെ നടന്നുപോയി. അലീന ഷെറിന്റെ അരികിലേക്ക് ചെന്നു. അവളുടെ കരം കവർന്നു. ഷെറിൻ വിധിപ്പിക്കൊണ്ട് നിറമിഴികളോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ മോൾ, എൻ്റെ മോള്. അലീന ഷെറിന്റെ വിരലുകളിൽ മുറുകെ പിടിച്ചമർത്തിക്കൊണ്ട് പറയുക, സാരമില്ല, അവൾ ജീവനോടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആൻറ്റി അവളെ കാണും. നമുക്ക് അവളെ തിരിച്ചു കിട്ടും. ആ ദിവസം രാത്രിയായി. മാമച്ചനും ഗ്രേസമ്മയും സ്റ്റാൻലിയും രേവതിക്കുട്ടിയും അലീനയും ഷെറിനും ഊണുമുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അലീന കഴിക്കുന്നതിനിടയിലും വിളമ്പുകാരിയുടെ റോൾ ഏറ്റെടുക്കുന്നുണ്ട്. അവളുടെ നിർബന്ധം മൂലമാണ് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും എറണാകുളത്തേക്കുള്ള മടക്കയാത്ര നാളത്തേക്ക് മാറ്റിയതും ഇന്ന് സ്റ്റാൻലിയുടെ വീട്ടിൽ അതിഥികളായി കൂടാമെന്ന് തീരുമാനിച്ചതും. അത്താഴമേശയിലെ സംഭാഷണത്തിനിടയിൽ മാമച്ചൻ സ്റ്റാൻലിയോട് പറയുകയാണ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ സ്റ്റാൻലി അത് സമ്മതിക്കുമോ? എന്താണ്? ചോദിക്ക്. ഷെറിനെ ഞങ്ങളുടെ കൂടെ എറണാകുളത്തേക്ക് അയക്കുമോ? പെട്ടെന്ന് തന്നെ മറുപടി എത്തി, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ അന്യരാണെന്ന് വിചാരിക്കണ്ട. ഷെറിൻ ഞങ്ങളുടെ മോളെ പോലെയായിരുന്നു. അത്രയ്ക്ക് അടുത്ത് ഇടപഴകിയിരുന്നു ഞങ്ങളോട്. എത്രയോ തവണ അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളോടൊപ്പം താമസിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അന്ന് നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടായിരുന്നു. ഷെറിനെയും അയാളെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കുവാൻ പ്ലാനും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അന്ന് അങ്ങനെ നിയന്ത്രണം വിട്ടൊരു അടുപ്പമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഷെറിന്റെ ജീവിതം ഈ വിധത്തിലായി പോയതും. അത് കേട്ടപ്പോൾ മാമച്ചന്റെയും ഗ്രേസമ്മയുടെയും മുഖം വാടി. മാമച്ചൻ വേദനയോടെ പറയുകയാണ്, മിസ്റ്റർ സ്റ്റാൻലി, അങ്ങനെ പറയരുത്. ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഷെറിൻ ഇപ്പോഴും ഞങ്ങൾക്ക് മോളെ പോലെയാണ്. അവൾ പ്രസവിച്ച കുഞ്ഞ് ഞങ്ങളുടെ മകന്റെ രക്തത്തിൽ നിന്നും ജനിച്ചവളാണ്. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഷെറിൻ ഞങ്ങൾക്ക് അന്യയല്ല. നമ്മൾ ആരും അന്യരല്ല. അത്രയ്ക്ക് ഇഴയെടുപ്പമില്ലെങ്കിലും ഒരു ചെറിയ നൂലിടയിൽ കോർക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. സ്റ്റാൻലി മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഗ്രേസമ്മ അപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ കൂടെ എറണാകുളത്ത് വന്ന് കുറച്ചു ദിവസം താമസിച്ചാൽ ഷെറിന് വലിയ ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാമച്ചനും ഗ്രേസമ്മയും വലിയ പ്രത്യാശയോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. സ്റ്റാൻലി ആശങ്കാജനകമായ മൗനം തുടർന്നു. അത്താഴത്തിന് ശേഷം നീളൻ വരാന്തയിലൂടെ ഉലാത്തുന്നതിനിടയിൽ സ്റ്റാൻലിക്ക് ഒരു ഫോൺ കോൾ വന്നു. സ്റ്റാൻലി കോൾ അറ്റൻഡ് ചെയ്തു. പുനലൂരിൽ നിന്നും റോബിച്ചന്റെ കോളായിരുന്നു അത്. അപ്പച്ചൻ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുവാൻ വേണ്ടിയായിരുന്നു റോബിച്ചൻ വിളിച്ചത്. സ്റ്റാൻലി അതിന് ഒറ്റ മൂളലിൽ ഉത്തരം നൽകി. വീണ്ടും റോബിച്ചൻ ചോദിക്കുകയാണ്, ലാലിച്ചാൻ എന്താ റാണിമോളെ അപ്പച്ചൻ്റെ കൂടെ ഇങ്ങോട്ട് വിടാതിരുന്നത്? അവളെ കാണാൻ ചില ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നു. ലാലിച്ചായ ഗസ്റ്റുകളുടെ മുമ്പിൽ അവളെ പ്രദർശിപ്പിക്കുന്നതാണോ പ്രധാനം, അതോ അവളെ ചികിത്സിപ്പിക്കുന്ന ഡോക്ടറെ കാണിക്കുന്നതാണോ? രണ്ടും നല്ല കാര്യങ്ങൾ തന്നെയാണ് റോബിച്ച. നാളെയോ മറ്റന്നാളോ നമുക്ക് ഡോക്ടറെ കാണിക്കാം.
നമ്മുടെ സൗകര്യത്തിന് കാത്തിരിക്കുകയാണോ ഈ ഡോക്ടർമാര്? അപ്പോഴേക്കും സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. സ്റ്റാൻലി പറയുകയാണ്, റോബിച്ച, നമ്മുടെ സൗകര്യത്തിനിരിക്കുന്ന ഡോക്ടറെ കാണിച്ചാൽ മതി. അല്ലാത്ത ഡോക്ടർമാർ വേറെ പണി നോക്കാൻ കുളത്തുപുഴയെന്ന് സ്റ്റാൻലി വിളിച്ചു പറഞ്ഞുവെന്ന് നീ അങ്ങ് ചെന്ന് പറഞ്ഞേക്ക്. അത് ശരി. അപ്പോൾ ഇനി റാണിമോളുടെ ചികിത്സയും കാര്യങ്ങളുമെല്ലാം ലാലിച്ചായൻ തന്നെ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളുമല്ലോ അല്ലേ? ഫോൺ വെച്ചിട്ട് പോടാൻ നാണം കെട്ടവനെ. അപ്പച്ചൻ അവിടെ വന്ന് പറഞ്ഞതൊക്കെ കേട്ട് എൻ്റെ അടുത്ത് നീ കുരയ്ക്കാൻ നിൽക്കുകയാണോ? സ്റ്റാൻലിയുടെ ഒച്ച ഉയർന്നതും അപ്പുറത്തെ തലക്കൽ ഫോൺ കട്ടായി. സ്റ്റാൻലി മുറുകിയ മുഖത്തോടെ അല്പനേരം അവിടെ നിന്നിട്ട് ഫോൺ വെച്ചു. വീണ്ടും വരാന്തയിലെത്തി നടപ്പ് തുടർന്നു. കഷ്ടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അലീനയുടെ സെൽഫോണിലേക്ക് ഔസേപ്പച്ചൻ വിളിച്ചു. അലീന ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ വലിയ കോപത്തോടെ അയാൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തെ അപമാനിച്ച് അടങ്ങുള്ളൂന്ന് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് നീ ഇറങ്ങിയിരിക്കുകയാണോടി? അലീന അന്താളിപ്പോടുകൂടി ചോദിക്കുകയാണ്, അയ്യോ ഞാൻ എന്ത് ചെയ്തു അങ്കളെ? ഞാൻ എന്ത് ചെയ്തു എന്നല്ലേ? ഇതിനാണോ നീ പഞ്ചാര വാക്ക് പറഞ്ഞ് ഷെറിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്? എറണാകുളത്തുകാരുമായിട്ട് ഗൂഢാലോചന തുടങ്ങിയിട്ട് എത്ര നാളായിടി? അങ്കിളെ, ഗൂഢാലോചനയൊന്നുമില്ല. അങ്കിള് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. റാണി ആൻറ്റിയുടെ കഥയൊക്കെ മുൻപ് തന്നെ എനിക്കറിയാമായിരുന്നു. എടി കൊച്ചേ, 2 കൈയും നീട്ടിയൊന്നും അല്ല നിന്നെ ഞങ്ങൾ അന്ന് സ്വീകരിച്ചത്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. എന്നിട്ട് ലാലിച്ചായൻ്റെ മോളാണല്ലോ എന്ന് ഓർത്ത് പോട്ടേന്ന് വെച്ച് ക്ഷമിച്ചു. അപ്പോ നിനക്ക് മുഖത്ത് കരിവാരി തേച്ചാലേ അടക്കം വരൂ അല്ലേ? പെട്ടെന്ന് അലീന ഫോണുമായി സ്റ്റാൻലിയെ സമീപിച്ചു. തുടർന്നവൾ ഫോൺ സ്റ്റാൻലിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറയുക, ദേ ഔസേപ്പച്ചനങ്കിളാ പപ്പ, എന്നോട് ദേഷ്യപ്പെടുകയാ. പെട്ടെന്ന് സ്റ്റാൻലി ഫോൺ വാങ്ങിയിട്ട് ചോദിക്കുക, എന്താ ഔസേപ്പച്ച പ്രശ്നം? അല്ല, ലാലിച്ചാൻ ഇത് എന്നാ പണിയാ കാണിച്ചത്? തലയ്ക്ക് സ്ഥിരമില്ലാത്ത പെങ്കൊച്ചിനെ പിന്നെയും കുഴപ്പത്തിലാക്കാനാണോ ഉദ്ദേശം? ആ എറണാകുളത്തുകാരി കാരണമാ അവൾക്ക് വട്ടുപിടിച്ചത്. എന്നിട്ട് അവരുടെ മുൻപിലോട്ട് തന്നെ പിന്നെയും അവളെ തട്ടിയിട്ട് കൊടുക്കുകയാണോ? ഔസേപ്പച്ച, നീയൊക്കെ കൂടി അല്ലേടാ അവളെ ഈ അവസ്ഥയിലാക്കി തീർത്തത്. അവളുടെ പ്രസവം എന്നെപ്പോലും അറിയാതെ രഹസ്യമായി നടത്തിയിട്ട് എന്തായി? ഞാൻ അറിഞ്ഞില്ലേ? അവളുടെ കുഞ്ഞിനെ ഓർഫനേജിലാക്കിയിട്ട് നിനക്കോ അവൾക്കോ ആ കുഞ്ഞിനോ സ്വസ്ഥതയും സമാധാനവും കിട്ടിയോ? കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചവളെ മറ്റൊരുത്തന്റെ മേൽ കെട്ടിയേൽപ്പിച്ചിട്ട് അവൾക്കോ അവനോ നല്ലൊരു ജീവിതമാർഗമുണ്ടായോ? അവന്റെ ജീവിതവും തകർത്ത് അവളെ മനോരോഗിയുമാക്കി. അതിന് മറുപടി പറയാതെ ഔസേപ്പച്ചൻ പെട്ടെന്ന് വിഷയത്തിൽ നിന്നും മാറി പറയുകയാണ്, എനിക്ക് ലാലിച്ചായനോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് അവളെ തറവാട്ടിലോട്ട് എത്തിക്കുക. എനിക്ക് മനസ്സില്ല ഔസേപ്പച്ച. വേറൊരു പ്രധാന കാര്യം എനിക്ക് നിന്നോട് അങ്ങോട്ട് പറയാനുണ്ട്. ഷെറിൻ പ്രസവിച്ചു എന്നുള്ളതും ആ കുഞ്ഞ് തിരുവനന്തപുരത്ത് പോങ്ങുമൂട്ടിലെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ 2 വയസ്സുവരെ ഉണ്ടായിരുന്നു എന്നുള്ളതും അപ്പച്ചൻ ഇവിടെ വന്ന് സമ്മതിച്ചിട്ട് അങ്ങോട്ട് വണ്ടി കയറിയിരിക്കുന്നത്. ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ടെന്ന് നിനക്കും ആൽബിക്കും റോബിച്ചനും അറിയാമെന്നും അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചൻ പറ, ആ കുഞ്ഞിപ്പോ എവിടെയാ? എനിക്കറിയാം, അപ്പച്ചൻ പറഞ്ഞത് ശരി തന്നെയാ. റോബിച്ചനും അറിയാം, ആൽബിക്കും അറിയാം. പക്ഷെ പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവുമാണ് ഞങ്ങൾക്ക് വലുത്. ലാലിച്ചായൻ അതൊട്ടുമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാ ഈ വിവരങ്ങളൊന്നും പറയാതിരിക്കുന്നത്. ഓ, അപ്പോൾ നീ അവളുടെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയില്ല അല്ലേ? ഇല്ല, 3 തരം പറയില്ല. ഔസേപ്പച്ച, നീ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ മണി 9:30. 1 മണിക്കൂർ നിനക്ക് ഞാൻ സമയം തരിക. അതിനകം നീ പറഞ്ഞിരിക്കണം ഷെറിന്റെ മോൾ എവിടെയുണ്ടെന്ന്. ഇല്ലെങ്കിൽ അപ്പച്ചനെയും ആൽബിയെയും റോബിയെയും കൂട്ടി നീ അങ്ങ് ഹൈക്കോടതിയിലേക്ക് വന്നേക്ക്, നമുക്ക് അവിടെ കാണാം. ഷെറിന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നീ പറയണ്ടടാവേ, കോടതിയിൽ ഹാജരാക്കിയാൽ മതി, നമുക്ക് അവിടെ വെച്ച് കാണാം. ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി കോൾ കട്ട് ചെയ്തു. തുടർന്ന് അയാൾ ഫോൺ അലീനയെ ഏൽപ്പിച്ചു. നടത്തയ്ക്ക് അല്പം കൂടി വേഗത കൂട്ടി. പപ്പ ഇത്രയും കടുത്ത നിലപാട് പെട്ടെന്നെടുക്കുമെന്ന് അലീന വിചാരിച്ചിരുന്നില്ല. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. 10:30 മണിക്ക് മുൻപ് ഔസേപ്പച്ചന്റെ കോൾ വീണ്ടും വന്നു. സ്റ്റാൻലി ഫോൺ എടുത്തപ്പോൾ ഔസേപ്പച്ചൻ പറയുകയാണ്, ലാലിച്ചായ, നമ്മുടെ തറവാടിന്റെ അഭിമാന പ്രശ്നമാണിത്. മലർന്നു കിടന്ന് തുപ്പുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല. എടാ, ഒറ്റ ചോദ്യമേ നിന്നോട് ഞാൻ ചോദിച്ചുള്ളൂ, ഷെറിന്റെ കുട്ടി എവിടെയാണുള്ളത്? നിന്നെപ്പോലെ തന്നെ അതറിയാനുള്ള അവകാശം എനിക്കുമുണ്ട്. അവളുടെ മൂത്ത സഹോദരനാണ് ഞാൻ. ലാലിച്ച, ശരിയാണ്. പക്ഷേ എന്തോന്ന് പക്ഷേ? എന്റെ ചോദ്യത്തിന് നിനക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? മറുവശത്ത് നിശബ്ദത. ഔസേപ്പച്ച, ഞാൻ പറയാൻ ലാലിച്ചായ, ധൃതി പിടിക്കാതെ. പറയണം. പറയുന്നത് സത്യസന്ധമായിരിക്കണം. ആ കുട്ടി ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് ഉള്ളത്. വെസ്റ്റ് ബംഗാളിലോ? അവിടെ എവിടെ? വെസ്റ്റ് ബംഗാളിൽ സിലിഗുരിയിൽ. സ്റ്റാൻലി അതിശയോക്തിയോടുകൂടി ചോദിക്കുകയാണ്, മേരിക്കുട്ടിയുടെ കൂടെയാണോ? അവരവിടെ കോൺവെന്റിനോട് ചേർന്ന് ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട്. ഓഹോ, എത്ര കാലമായി അങ്ങോട്ട് മാറ്റിയിട്ട്? 3 മാസം കഴിഞ്ഞു. മേരിക്കുട്ടിയുടെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? തപ്പിയെടുക്കണം. പിൻപിൽ കാലൊച്ച കേട്ട് സ്റ്റാൻലി പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കി. പുറകിൽ വാതിലിനരികെ അലീന, അതിനു പിറകിൽ ഷെറിൻ, മാമച്ചൻ, ഗ്രേസമ്മ, രേവതിക്കുട്ടി. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ. മഴത്തോരും മുൻപേ എന്ന ഈ പരമ്പര വളരെ ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്.
അതിനാൽ തന്നെ ഈ പരമ്പരയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് മുന്നമേ കൂട്ടി അറിയേണ്ടതിന് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.